ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ കോവിഡ് രൂക്ഷമായിരുന്നു. ടൂറിസം എന്നുള്ളത് വലിയ പ്രതിസന്ധിയായ ഒരു മേഖലയായിരുന്നു. സ്ത്രീകളുടെ യാത്ര, മറ്റൊന്ന് യുവത്വത്തിൻ്റെ യാത്ര, ഇത് രണ്ടും ഒരു പ്രധാനപ്പെട്ട ട്രെൻഡായി ഞങ്ങൾ പൊതുവെ കണ്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഒരു ജെൻഡർ ഓഡിറ്റ് സംഘടിപ്പിച്ചു. ജെൻഡർ ഓഡിറ്റിൽ നിർദ്ദേശിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു. വനിതാ സംരംഭക ശൃംഖല രൂപീകരിക്കുക എന്നാണ് ഒരു പ്രധാന ഘടകം. ടൂറിസവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലുള്ള സ്ത്രീകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും പരസ്പരം സംയോജിപ്പിച്ചിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുകയും ചെയ്യാൻ ഇതിലൂടെ ശ്രമിക്കുകയാണ്. ഇതുവരെ 17,631 സ്ത്രീകളാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെസ്പോൺസിബിൾ ടൂറിസം മിഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ടൂർ ഓപ്പറേറ്റർമാർ, അതുപോലെ ലീഡർമാർ, ഡ്രൈവർമാർ, ഹോം സ്റ്റേകൾ, ഫുഡ് ടൂറിസം സംരംഭങ്ങളുള്ളവർ തുടങ്ങി വ്യത്യസ്ത മേഖലകളെ പ്രതിനിധീകരിക്കുന്നവർ രജിസ്റ്റർ ചെയ്തവരിലുണ്ട്. അവർക്ക് പ്രത്യേകമായ പരിശീലനം നൽകാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചു. അതോടൊപ്പം കേരളത്തിലെ സ്ത്രീ സൗഹാർദ്ദ വിനോദസഞ്ചാര പദ്ധതി ലോകത്തിന് പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായി ആദ്യ ഗ്ലോബൽ വിമൻ കോൺഫറൻസ് ടൂറിസം വകുപ്പ് ഇവിടെ മൂന്നാറിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായ പ്രവർത്തനങ്ങളും ആലോചനയിലാണ്. ലോകത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡിൽ യുവത്വത്തിൻ്റെ വരുമാനത്തിൻ്റെ 28% യാത്രകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെയും പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നു.